എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ബുക്ക് റിവ്യൂ ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 24-ാമത്തെ ചാപ്റ്ററാണ്. ഇത് നമ്മുടെ 125-ാമത്തെ വീഡിയോ ആണ്. അപ്പം ഇത്രയും വീഡിയോയും കണ്ട് എൻ്റെ കൂടെ മുക്തി തേടി വരുന്ന എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് പറയുവാണ്. നമുക്കിങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. ഇതിൽ ഈ 24-ാമത്തെ ചാപ്റ്ററിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്ന് പറയുന്നത് ദ വേൾഡ് ഓഫ് ഓംനിസിയൻസ്. ദ വേൾഡ് ഓഫ് ഓംനിസിയൻസ്. ഓംനി എന്ന് വെച്ചാൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്, ഓംനി പ്രസൻറ്റ്, ഓംനി പൊട്ടൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഓംനി എന്ന് വെച്ചാൽ എല്ലാം നിറഞ്ഞത്. അപ്പോൾ ഈ സയൻസ്, അതേ സെയിം സയൻസിൻ്റെ സ്പെല്ലിംഗ് ആണ് SCIENCE. പക്ഷേ ഇവിടെ നമ്മൾ പറയുമ്പം ഓംനി സയൻസ് എന്നല്ല, ഓംനിസിയൻസ് എന്നാണ് ഈ വാക്കിന് ഉച്ചരിക്കേണ്ട രീതി. ഓംനിസിയൻസ്. ഈ സയൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നോളേജാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ അറിവ്. ഓക്കെ. അപ്പം ഈ ഓംനിസിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെക്കുറിച്ചും കിട്ടുന്ന അറിവ്. അപ്പം സ്വാമി മുക്താനന്ദയ്ക്ക് ഇങ്ങനെ മെഡിറ്റേഷനിൽ ധ്യാനത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എല്ലാം അറിയുന്ന ഒരു സ്റ്റേജ് വരുന്നു. ആ സ്റ്റേജിൻ്റെ വർണ്ണനയാണ് ഈ അധ്യായത്തിൽ തന്നിരിക്കുന്നത്, ദ വേൾഡ് ഓഫ് ഓംനിസിയൻസ്. അപ്പം എല്ലാം അറിഞ്ഞ ഒരിത്. ഇപ്പം ഇംഗ്ലീഷിൽ മിസ്റ്റർ നോ ആൾ എന്ന് പറയും. മിസ്റ്റർ നോ ആൾ എന്ന് വെച്ചാൽ എല്ലാം അറിഞ്ഞവൻ, എല്ലാം തികഞ്ഞവൻ. അതായത് അങ്ങനെ ആരും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഒരുപാട് പഠിച്ച ആൾക്കാർ, ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളവരെ നമ്മൾ ചുമ്മാതെ പറയും. ചിലപ്പം ഒന്നും അറിയാത്തവനെയും നമ്മൾ മിസ്റ്റർ നോ ആൾ എന്ന് കളിയാക്കും, അത് വേറെ. ഓക്കെ. അപ്പം ഇതാണ്. ഇപ്പം അതിനെക്കുറിച്ച് മുക്താനന്ദ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന, നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു അറിവാണ്. അപ്പം ഇത് അറിവ് എന്ന് പറഞ്ഞാൽ നോളേജ്. അപ്പം ഈ അറിവ് നമുക്ക് തന്ന സ്വാമി മുക്താനന്ദയ്ക്ക് കോടി 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 പ്രണാമം. ഓരോ നിമിഷവും എനിക്ക് മനസ്സിൽ അത്രയ്ക്ക് അദ്ദേഹത്തിനെ കുറിച്ച് എനിക്കൊരു അഭിമാനമുണ്ട്, നന്ദിയുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ കണ്ണടച്ച് മെഡിറ്റേഷനിൽ ഇരുന്ന ഉടനെ എല്ലാവർക്കും എല്ലാം വന്ന് കളയത്തില്ല, ഇല്ലയോ? അപ്പം അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ടും ഗുരുവിൻ്റെ കൃപ കൊണ്ടും പെർമിഷൻ വാങ്ങിച്ചിട്ട് ഇത്രയും നമുക്ക് എഴുതി ഒരു ബുക്കാക്കി തരാൻ തോന്നിയല്ലോ. അതിന് തന്നെ എന്നും നമ്മൾ അദ്ദേഹത്തിനോട് കടപ്പാട് കാണിക്കണം. അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കണം. അപ്പം ഇതിൽ അദ്ദേഹം ഇങ്ങനെ എപ്പോഴും പോലെ മെഡിറ്റേഷൻ ചെയ്യുന്നു, ധ്യാനത്തിലിരിക്കുന്നു. ഈ ആസ് യൂഷ്വൽ എന്ന് വെച്ചാൽ പതിവ് പോലെ ചുവന്ന ലൈറ്റ് കാണുന്നു, വെള്ള ലൈറ്റ് കാണുന്നു, പിന്നെ കറുത്ത ലൈറ്റ് കാണുന്നു, പിന്നെ ബ്ലൂ ലൈറ്റ് കാണുന്നു. ഇന്ന് ഈ 4 ലൈറ്റിനും ഉള്ളേ അകത്ത്, അതായത് ഒന്നിനകത്ത് ഒന്നായിട്ട് ഇങ്ങനെ ലൈറ്റുകൾ മാറി മാറി വരുന്നു. അപ്പോൾ ഈ ബ്ലൂ ലൈറ്റിനകത്ത് അദ്ദേഹത്തിന് വേറെ ഒരു കളർ ലൈറ്റ് കാണുന്നു. ആ കളർ എന്തുവാണോ? സാഫ്രോൺ കളർ. ഈ സാഫ്രോൺ എന്ന് വെച്ചാൽ ഈ കാവി കളർ, ഈ സന്യാസിമാരൊക്കെ കൊടുക്കുന്ന കാവി കളർ. അതിൽ തന്നെ പല ഷെയ്ഡ്സ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കാവി കളർ എങ്ങനെയാണ് വന്നതെന്നുള്ളതൊക്കെ ഒരു വലിയ കഥയാണ്. അത് നമുക്ക് വേറെ എപ്പോഴെങ്കിലും നോക്കാം. ഇപ്പം അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറിപ്പോകും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓറഞ്ച് ആൻഡ് യെല്ലോ, ഓറഞ്ചും യെല്ലോയും കലർന്ന ഒരു കളറാണ് സാഫ്രോൺ കളർ. അതിൽ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ട്രൈ കളർ, നമ്മുടെ ഫ്ലാഗ്, നമ്മുടെ നാട്ടിൻ്റെ കൊടിയിൽ മേളിയുള്ളത് സാഫ്രോൺ ആണ്, റെഡ് അല്ല. കൊച്ചു ക്ലാസ്സിൽ നമ്മൾ റെഡ്, വൈറ്റ്, ഗ്രീൻ എന്ന് പഠിച്ചാലും വലിയ ക്ലാസ്സിലൊക്കെ പോകുമ്പം അത് റെഡ് എന്ന് പറയത്തില്ല ബുക്കിലൊക്കെ, അത് സാഫ്രോൺ കളർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു കാവി കളർ. ഓക്കെ. ആ സാഫ്രോൺ കളറിൽ ഒരു ലൈറ്റ് കാണുന്നു. അതുമാത്രമല്ല, ആ ലൈറ്റിൽ കൂടെ
തൗസൻഡ്സ് ഓഫ് സോഫ്റ്റ് ബ്ലൂ സ്പാർക്ക് എന്ന് വെച്ചാൽ ഈ ലൈറ്റിൻ്റെ പൊറി സ്പാർക്ക് ഇങ്ങനെ വെളിച്ചം വിട്ട് വരുന്നില്ല, അതിൻ്റെ പേരാണ് സ്പാർക്ക്. അപ്പം ആയിരക്കണക്കിന് നീല കളർ ഇങ്ങനെ പൊറി ഇങ്ങനെ തട്ടി ലൈറ്റ് മിന്നി വരുന്നു. അതുമാത്രമല്ല അതിൽ നിന്ന് ഒരു ഗോൾഡൻ കളർ, സ്വർണ്ണ കളറിലുള്ള ലൈറ്റ് ഇങ്ങനെ പ്രകാശമായിട്ട് വരുന്നു. അപ്പം ഈ നാല് കളറും കണ്ടേ പിന്നീടാണ് ഈ കളർ സാഫ്രോൺ കളർ കാണുന്നത്. അപ്പം ഈ സാഫ്രോൺ കളർ കാണുമ്പം അദ്ദേഹത്തിന് ക്ലെയർവോയൻറ്റ് വിഷൻസ്. ഈ ക്ലെയർവോയൻസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പം അറിയാം, ദൂരദൃഷ്ടി, ദൂരെ നടക്കാൻ പോകുന്നത് അതൊക്കെ അറിയുന്നതാണ് ക്ലെയർവോയൻസ്. അപ്പം ഒരുപാട് ക്ലെയർവോയൻസ് ദൃഷ്ടികൾ കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മെഡിറ്റേഷനെ അദ്ദേഹം ഇരിക്കുമ്പോഴത്തേക്ക് തന്ത്രലോകയിൽ പോകും. തന്ത്രലോകം എന്ന് വെച്ചാൽ താന്ത്രിക് സ്റ്റേറ്റ്സ്, അതൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ തന്ത്രലോകം എന്ന് പറഞ്ഞാലേ അറിയാം. ദേഹം പല രീതിയിൽ വളയും, മുദ്രയിടും, അതൊക്കെയാണ് താന്ത്രിക് തന്ത്രലോകം. അതിന് പിന്നെ ഇദ്ദേഹം പറയുന്നത് ഒരുപാട് മെനി വേൾഡ്സ്, ഒരുപാട് ലോകങ്ങൾ ഇദ്ദേഹത്തിന് കാണാൻ പറ്റുന്നു. ഈ സാഫ്രോൺ കളർ കണ്ടേ പിന്നീട് ഒരുപാട് ലോകങ്ങൾ കാണാൻ പറ്റുന്നു. ഇരിപ്പിൽ അദ്ദേഹത്തിൻ്റെ കുടിലിൽ ഇരുന്നുകൊണ്ട് എവിടെയും പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുടിലിൽ ഇരുന്നുകൊണ്ട് ധ്യാനം ചെയ്യുമ്പം ധ്യാനത്തിൽ കൂടെ ആദ്യം ധ്യാനത്തിൽ കൂടെ തന്ത്രലോകത്ത് പോന്നു. തന്ത്രലോകം കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം വേറെ പല ലോകങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പല ലോകങ്ങളെ ഇടത്തിലിരുന്നുകൊണ്ട് കാണാൻ പറ്റുന്നു. ഐ സോ, അപ്പം ഇദ്ദേഹം കാണുവാണ്. അപ്പം ഇദ്ദേഹം പറയുന്നത് ഇതിനെ ഞാൻ സർവജ്ഞ ലോകമെന്ന് പേരിടുന്നു. ഈ സർവജ്ഞ ലോകം എന്ന് വെച്ചാൽ എന്തുവാ? സകല ലോകവും കാണാൻ പറ്റുന്നു. അതായത് കൊച്ചിലെ ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ പറയും, ആരെങ്കിലും ഇങ്ങനെ കമൻ്റ് അടിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അവളാരാ? സർവജ്ഞ പീഠത്തിൽ ഇരിക്കുന്നവളല്ലയോ. അതായത് സർവജ്ഞ പീഠത്തിൽ ഇരിക്കുന്നതെന്ന് പറയുന്നത് ദേവിയാണ്. ഓക്കെ, അപ്പോൾ ആളുകളെ ഇങ്ങനെയൊക്കെ, അതായത് ഒന്നുമില്ലാതെ ഈ മിസ്റ്റർ നോൾ എന്ന് പറഞ്ഞ പോലെ ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പം അവൾക്കെല്ലാം അറിയാം, അവൾ ആരാ, കേമി അല്ലയോ എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയത്തില്ലേ. അങ്ങനെ അതിൽ ഞങ്ങളുടെ അമ്മൂമ്മ ഈ സർവജ്ഞ ലോകത്ത് അവൾ സർവജ്ഞ പീഠത്തിലിരിക്കുമല്ലയോ, ഇപ്പം താഴെയൊന്നും ഇറങ്ങി വരത്തില്ലല്ലോ എന്നൊക്കെ ആരെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, ഈ സർവജ്ഞ ലോകം എന്ന് വെച്ചാൽ അത് എന്തൊരു ലോകമാണ് എന്ന്. പക്ഷേ ഈ സംസാരമെല്ലാം അടുക്കളയിലാണ്. ഞങ്ങളുടെ അമ്മയും കുഞ്ഞമ്മയും മറ്റ് വേറെ പല ആൾക്കാരും ഒക്കെ ഇരുന്ന്, അവരുടെ പ്രായമൊത്ത ആൾക്കാരൊക്കെ ഇരുന്ന് സംസാരം, ജോലി നടക്കും, ഇങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളെ ആരെയും, കൊച്ചു പിള്ളേരെ ആരെയും അവിടെ വിടത്തില്ല. എനിക്കൊക്കെ ഇങ്ങനെ കൂടിപ്പോയാൽ ഒരു 10 വയസ്സൊക്കെ കാണും. അപ്പോൾ അവിടെയൊക്കെ പോയാൽ ഇവരുടെ സംസാരമൊക്കെ വളരെ ഇൻട്രസ്റ്റിങ്ങാണ് കേൾക്കാൻ. പക്ഷേ ഞങ്ങൾ ആരുമേ അവിടെ പോകരുതെന്ന് വെച്ചാലേ, വലിയൊരു സംസാരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി ചുമ്മാ ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരുന്നാൽ കൂടെ നമുക്ക് വഴക്ക് കിട്ടും. വലിയവർ സംസാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്തുവാ ജോലി, പോയി പടി. ഈ തൊട്ടാലും പിടിച്ചാലും അപ്പം അവർക്കൊക്കെ പറയാനുള്ള ഒറ്റ കാര്യം, പുസ്തകം എടുത്ത് പടി, പഠിക്കാനൊന്നുമില്ല, പുസ്തകം എടുത്ത് പടി എന്ന്. പക്ഷേ ഇങ്ങനെ ഈ സർവജ്ഞ ലോകമെന്ന് അമ്മൂമ്മ പറയുന്ന കോണ്ടെക്സ്റ്റും എനിക്ക് മനസ്സിലായില്ല, കോണ്ടെക്സ്റ്റ് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ വെച്ചാൽ എന്തൊരു ലോകമാണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ മനസ്സിലായി. അതായത് സർവജ്ഞ ലോകം എന്ന് വെച്ചാൽ എല്ലാം അറിഞ്ഞ് എല്ലാം തികഞ്ഞ ഒരു സ്റ്റേറ്റ്, അതാണ് സർവജ്ഞ ലോകം. അപ്പം നമ്മുടെ ജ്ഞാനികളും ഋഷികളും ഒക്കെ അങ്ങനെയാണ്. അവർ ത്രികാലവും ഉണർന്ന ജ്ഞാനികളാണ്, ഇല്ലയോ. പഴയതെന്ത് നടന്നു എന്നറിയാം, ഇപ്പം നടക്കുന്നതും മനസ്സിലാകുന്നുണ്ട്, ഇനി നടക്കാൻ പോകുന്നതും അറിയാം. അത് അവരെ സംബന്ധിച്ച് മാത്രമല്ല, മറ്റവരെക്കുറിച്ചും. അതായത് ഇപ്പം ആരെങ്കിലും ഒരു ജ്ഞാനിയുടെ മുമ്പിൽ വന്നാൽ, ഋഷിയുടെ മുമ്പിൽ വന്നാൽ, ആ ഒരാളിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എല്ലാം ഇദ്ദേഹത്തിന് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ക്ലെയർവോയൻസിൻ്റെ ഒരു അടയാളം. അപ്പം ഇപ്പോൾ നമ്മുടെ സ്വാമി മുക്താനന്ദ എന്ത് പറയുന്നത് വെച്ചാൽ, ഇതെല്ലാം ബൈ ദ ഗ്രേസ് ഓഫ് ചിത്തിശക്തി,
അപ്പം സ്വാമി മുക്താനന്ദയ്ക്ക് കിട്ടിയ വ്യത്യാസം കണ്ടോണേ, എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. അതായത് പണ്ട് എന്തുവാ ഡ്രസ്സില്ലാതെയൊക്കെ ഒരു പെണ്ണ് വന്ന് നിന്നു, കുറേയൊക്കെ ശബ്ദമൊക്കെ ഇട്ടപ്പം ഇന്നേഹം ആകെ ഭയന്നു പോയി. എനിക്ക് ഞാൻ ചാവാൻ പോകുന്നു, ഇന്ന് രാത്രി ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഇപ്പം നോക്കിയേ, എന്ത് വന്നാലും ഒരു ധൈര്യം. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നല്ലപോലെ പതിഞ്ഞിട്ടുണ്ട്. എന്തുവാ മനസ്സിലാക്കി എടുത്തു. എന്ത് മനസ്സിലാക്കി എടുത്തു? ഈ നാടകം പോരാ, ഇപ്പം മെഡിറ്റേഷനിൽ കാണുന്നതെല്ലാം ആ കുണ്ടലിനി ശക്തിയുടെ കളിയാണ്. അപ്പം ഈ ചിത് ശക്തിയുടെ ലീലാവിനോദങ്ങളാണ് എന്ന് അങ്ങേർക്ക് നല്ല ഉറച്ച ഒരു ബോധ്യം വന്നു. അതുകൊണ്ട് ഇപ്പം ഇനി എന്ത് കണ്ടാലും ആരെന്ത് പറഞ്ഞാലും ഇദ്ദേഹത്തിന് നെവർ മൈൻഡാണ്. അതിൽ ലയിച്ചിരിക്കുക, അതിനകത്ത് എന്തൊക്കെ കാണുക. അപ്പോൾ ഒരു ലോകത്തിനെ കാണുമ്പം അദ്ദേഹം തന്നെ ഇങ്ങനെ കൂർന്ന് ഗവനിക്കും, അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്താ വെച്ചാൽ ആ ഡീറ്റെയിൽസൊക്കെ അറിയണ്ടേ. അങ്ങനെ അത്രയൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ ഇത്രയും വലിയ ഒരു ബുക്ക് നമുക്ക് എഴുതി തരാൻ പറ്റിയത്. അപ്പോൾ ഒരു ഐരാവതം വരുന്നു, ഐരാവതത്തിന് എത്ര തലയുണ്ട്, എത്ര നെക്ലസ് ഉണ്ട്, എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, എന്തൊരു ഡ്രസ്സാണ്, അതെല്ലാം അദ്ദേഹം ഇങ്ങനെ കൂർന്ന് നോക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇത്രയും നല്ല ഒരു വ്യാഖ്യാനം അതിനെക്കുറിച്ച് എഴുതാൻ പറ്റുന്നതും നമുക്ക് അറിയാൻ പറ്റുന്നതും. പിന്നെ അദ്ദേഹത്തിന് ഈ പല ലോകങ്ങളിൽ പോകുന്നു, പല കാഴ്ചകൾ കാണുന്നു. അപ്പോഴൊക്കെ എന്തുവാ ഇതെല്ലാം എൻ്റെ ദേഹത്ത് ചിത് ശക്തി അല്ലെങ്കിൽ ഈ കുണ്ടലിനി ശക്തി കാണിക്കുന്ന ലീലാവിനോദങ്ങളാണ്, നടക്കട്ടെ, പോട്ടെ, നമുക്ക് രസിക്കാം എന്നുള്ള മനോഭാവത്തിൽ ഇദ്ദേഹം എത്തി. മുമ്പിലത്തെ എൻ്റെ കൂട്ട് ഒന്നിനും പേടിയില്ല. അപ്പം അപ്പം ഇദ്ദേഹം പറയുന്നത്, അക്കാലത്തെ ഋഷികളും മുനികളും ഈ സർവജ്ഞ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടാണ് അവർക്ക് എല്ലാ സിദ്ധികളും കിട്ടിയത്. ഈ സിദ്ധികളും കിട്ടി, ഈ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറിനെ കുറിച്ച് നോക്കാൻ പറ്റി. ഈ സിദ്ധികൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ നമുക്ക് അതിന് കൊടുക്കണം. ഈ സിദ്ധികളെന്ന് പറയുന്നത് അഷ്ടമാസിദ്ധി എന്ന് പറയും. അഷ്ടമെന്ന് വെച്ചാൽ 8 സിദ്ധികൾ കിട്ടും. അതൊക്കെ എല്ലാ ബുക്കുകളിലും പതഞ്ജലിയുടെ യോഗസൂത്രത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അനിമ, മഹിമ. അനിമ എന്ന് വെച്ചാൽ ദേഹത്തിനെ വളരെ ചുരുക്കുക, ആറ്റത്തിൻ്റെ സൈസിന് ചുരുക്കുക. മഹിമ എന്ന് വെച്ചാൽ ചെറിയ ആറ്റത്തിനെ അത്രയും വലിയ സൈസിന് ചുരുക്കുക. ഇപ്പം ഇത് നമ്മുടെ ഹനുമാൻ ദേഹത്തിനെ എങ്ങനെ എത്ര ഒന്നുമില്ലാതാക്കുന്നു, ചുരുക്കുന്നു. അപ്പം ശക്തി കാണിക്കണമെന്ന് തോന്നുമ്പം എത്ര വലിയ സൈസിൽ വരുന്നു. അതൊക്കെയാണ് ഈ സിദ്ധികൾ. അതേപോലെ വെള്ളത്തിൽ നടക്കുന്നു, തീയിൽ നടക്കുന്നു, പരകായ പ്രവേശം ചെയ്യുന്നു. ആദിശങ്കരർ വരെ പരകായ പ്രവേശം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പേരാണ് സിദ്ധികൾ. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കണം, ഒരുപാട് വാർണിംഗ് തന്നിട്ടുണ്ട് ഗുരുക്കന്മാർ. നമുക്ക് ഈ സിദ്ധികളെക്കുറിച്ച് ഒരുപാട് വാർണിങ്ങുകൾ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് പല സിദ്ധികളിങ്ങനെ കിട്ടും, പക്ഷേ ഈ സിദ്ധികളിൽ പെട്ടുപോകരുത്. ഈ സിദ്ധികളിൽ നമ്മൾ പെട്ടുപോയാൽ നമുക്കുള്ള ഈ സിദ്ധികളെയൊക്കെ വെളിയിൽ കാണിച്ച് ചിലപ്പം മാജിക് ഷോ പോലെ കാണിക്കാം, ചിലപ്പം അതുകൊണ്ട് കാശുണ്ടാക്കാം, ചിലപ്പം വലിയ പേരും പ്രതാപവും കിട്ടാം. പക്ഷേ അതിന് പിന്നെ അതിൽ നിന്ന് മുന്നോട്ട് ഒരു പുരോഗമനം ഇല്ല. അതുകൊണ്ട് ഈ സിദ്ധികൾ, അതായത് മെഡിറ്റേഷനിൽ 2 കാര്യം. മെഡിറ്റേഷനിൽ പല കളർ വിഷൻസ് വരുന്നു, പല കാര്യങ്ങൾ നമ്മൾ കാണുന്നു. കാണുമ്പം കണ്ട് രസിക്കാം, അതോടെ ശരി. അതിന് പിന്നാലെ നമ്മൾ പോകരുത്. അതുപോലെ ഈ സിദ്ധികൾ നമുക്ക് കിട്ടും, പക്ഷേ ഈ സിദ്ധികളുടെ പുറയിൽ പോയാൽ നമുക്ക് അതിന് മുകളിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ജന്മത്തെ അതവിടെ നിൽക്കും. ഓക്കെ, ഈ 2 കാര്യങ്ങളും നമ്മൾ ആലോചിക്കണം. ആലോചിക്കാനല്ല, മനസ്സിൽ വെച്ചേക്കണം. എന്നുവെച്ചാൽ നാളെ നമുക്ക് ഇതൊക്കെ സംഭവിക്കും. നിങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ടോ? എനിക്കുണ്ട്. നമ്മൾ അത് വേറൊന്നുമല്ല, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് നടക്കും. പക്ഷേ ഒരേ ഒരു കാര്യം, അതാണ് ഇപ്പം ഈ കലിയുഗത്ത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളത്. എനിക്കുൾപ്പെടെ
ഉള്ള ഒരു പ്രയാസം നമുക്ക് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. 2 ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ 3 മണിക്ക് എണ്ണിച്ച് ചെയ്താൽ 3-ാമത്തെ ദിവസം എണ്ണിക്കാനേ പറ്റുന്നില്ല. അപ്പം അത്രയും മനവൈരാഗ്യത്തോടു കൂടി റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ, വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്താലേ ഇങ്ങനത്തെ അഷ്ടമാസിദ്ധികളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് പോലും അതിനെയൊക്കെ തൂക്കിയേറി അതിനെയൊക്കെ എടുത്ത് കളാം, അതിനെയും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകും എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പം ഈ നീല കളർ വരുമ്പം, നീല കളറിന്, അതായത് ചുമപ്പ്, വെള്ള, കറുപ്പ്, നീല കളർ കണ്ടേ പിന്നീട് ഇദ്ദേഹം എന്തോ കാണുന്നു, ആ ബ്ലൂ പേളാണ് കാണുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇത് വരുന്നുണ്ട്. അപ്പോൾ ബ്ലൂ പേൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇനിയൊരു അനുഭവം, പുതിയ അനുഭവം കിട്ടി. എന്തുവാന്ന് വെച്ചാൽ, ഈ ബ്ലൂ പേൾ കണ്ട് അതിൽ ലയിച്ച് അതിനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇദ്ദേഹത്തിന് ഇടത് കാതിൽ നാദം കേൾക്കുന്നു, മ്യൂസിക് നാദം കേൾക്കുന്നു. ഓക്കെ, അപ്പം ആദ്യം ഇടത് കാതിലാണ് കേട്ടത്, പിന്നെ വലത് കാതിൽ കേൾക്കുന്നു. അപ്പോൾ ആൾക്കാർ, ഇദ്ദേഹത്തിന് മുക്താനന്ദയെ ചുറ്റിയിരിക്കുന്ന ആൾക്കാർ പറയുന്നു, മേ ബി ഇദ്ദേഹം അവരുടെ കൂടെ ഷെയർ ചെയ്ത് കാണും, അങ്ങനെ അതുകൊണ്ടാണ് ഒരു കമൻറ്റ് വരുന്നത്. അതായത് ഇടത് കാതിൽ ആദ്യം നാദം കേൾക്കുന്നത് നമുക്ക് മരണം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അർത്ഥം എന്ന് ആൾക്കാർ പറഞ്ഞു. പലരും അങ്ങനെ പറഞ്ഞപ്പം ഇദ്ദേഹത്തിനൊരു സംശയം. അപ്പം ഇദ്ദേഹം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിത്യാനന്ദയെ പോയി കാണുമല്ലോ. ഭഗവാൻ നിത്യാനന്ദയെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഭഗവാൻ നിത്യാനന്ദയെ പോയി കാണും. അങ്ങനെ കാണുമ്പം ഒരു ദിവസം ഇദ്ദേഹം യൂഷ്വലായിട്ട് പോകുന്ന സമയത്ത് പോകാതെ വേറൊരു സമയം നോക്കിപ്പോയി. എന്നുവെച്ചാൽ ആരും ഇല്ലാത്ത സമയത്ത് പോയാലേ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ വെറും ദർശനം മാത്രമല്ലേ കിട്ടത്തുള്ളൂ. അങ്ങനെ വേറൊരു സമയം നോക്കി, സമയം മാറ്റിപ്പോയി നോക്കി ചോദിക്കുന്നു ഗുരുവിൻ്റെ അടുത്ത്, ഗുരുവേ, എനിക്കിപ്പം ഒരുപാട് ഈ ബ്ലൂ പേൾ കാണുന്നു, ബ്ലൂ പേളിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ധ്യാനിക്കുമ്പം എൻ്റെ കാതിൽ നാദങ്ങൾ കേൾക്കുന്നു. അതും ആദ്യം ഇടത് കാതിലാണ് കേൾക്കുന്നത്, പിന്നെയാണ് വലത് കാതിൽ കേൾക്കുന്നത്. അപ്പം ചിലരൊക്കെ പറയുന്നല്ലോ, ഇങ്ങനെ ഇടത് കാതിൽ ആദ്യം കേട്ടാൽ മരണം സംഭവിക്കാനുള്ള അറികുറിയാണല്ലോ, അതിൻ്റെ സിംറ്റമാണല്ലോ എന്ന് പറയുന്നല്ലോ ഗുരുവേ എന്ന് പറഞ്ഞപ്പം ഗുരു പറയുക, ഭഗവാൻ നിത്യാനന്ദ പറയുക, ഇടത് കാതോ, ഇത് വലത് കാതോ, ഏതാ ഈ ഇടതും വലതും? എല്ലാം ഒന്ന് തന്നെ, എല്ലാം ദൈവത്തിൻ്റെ കാതാണ്, നിൻ്റെ കാതൊന്നുമല്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ കാതാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പം നിനക്ക് കാതിലല്ല നാദം കേൾക്കുന്നത്, ഉള്ളിലൊരു കാതുണ്ട്, ഇന്നർ ഇയർ. ആ ഉള്ളിലാണ് നിനക്ക് ഇത് കേൾക്കുന്നത്, ഈ നാദം കേൾക്കുന്നത്. അത് നാദം എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് വരുന്ന ശബ്ദമല്ല, അത് ആകാശത്തിൽ വരുന്ന ശബ്ദമാണ്. അതായത് ആകാശത്തിൽ ഇരുന്ന് വരുന്ന സൗണ്ടാണ് നിനക്ക് കാതിൽ ഇന്നർ ഇയറിൽ കേൾക്കുന്നത്. ഈ ചിതാകാശം എന്ന് പറയുന്നത് പരവെളി, വെട്ടവെളി എന്ന് പറയും. അതായത് പരവെളി, വെട്ടവെളി എന്നൊക്കെ പറയുമ്പം ഈ നമ്മളിപ്പോൾ മേളിൽ പോകുമ്പം നമ്മൾ മേളിൽ ഇങ്ങനെ നോക്കുമ്പം ആകാശം കാണുന്നു. ഈ ആകാശം തന്നെ എത്ര ദൂരം പോകുന്നു എന്ന് നമുക്കറിയാൻ വയ്യ. ഇപ്പോൾ ഒരു കടലിൻ്റെ മുമ്പിൽ പോയി നിന്നാൽ കടലിൻ്റെ കര നമുക്ക് ഈ ഇക്കരെ ഇരുന്നുകൊണ്ട് അക്കരെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് ആ ഹൊറൈസൺ ഇങ്ങനെ ആകാശം ഈ വെള്ളത്തിൽ കൂടെ പോയി ഇങ്ങനെ ചേരുന്നത് ദൂരെ കൂടെ കാണാം. കന്യാകുമാരിയിലൊക്കെ പോയാൽ സൺറൈസ് കാണുമ്പോൾ ഓഹോ അതാണ്. പക്ഷേ അതല്ലല്ലോ അതിൻ്റെ ലിമിറ്റ്, അതിൻ്റെ ലിമിറ്റ് അതല്ല. അവിടെ പോയാൽ ഇനിയും കുറേ കാണും. അതുപോലെ ഈ കടലിന് പറയുന്ന പോലെ ആകാശത്തും അതാണ്. നമ്മൾ മേളിൽ പോകെ തുറന്ന വെളിയാണ്, ഓപ്പൺ ടെറസാണത്. അത് യൂണിവേഴ്സിൻ്റെ ഓപ്പൺ ടെറസ്. അതിനാണ് വെട്ടവെളി, പരവെളി എന്നൊക്കെ പറയുന്നത്. അപ്പം എടോ, നിനക്ക് കാതിൽ കേൾക്കുന്നത് അവിടുന്ന് വരുന്ന ശബ്ദമാണ്. അതിൽ ഇടത് കാതെന്തുവാ വലത് കാതെന്തുവാ, എല്ലാം ദൈവത്തിൻ്റെ ശബ്ദം, എല്ലാം ദൈവത്തിൻ്റെ കാതുകളും എല്ലാം ദൈവത്തിൻ്റെയാണ്. അതുമാത്രമല്ല, ഇത്രയും നല്ല ശബ്ദം, ഓസ്പീഷ്യസ് നാദം. ഓസ്പീഷ്യസ് എന്ന് വെച്ചാൽ വളരെ
പുനിതമായിട്ടുള്ള ശബ്ദം കേൾക്കുമ്പം അതിനെയൊക്കെ മരണത്തിൻ്റെ കൂടെ നീ സംബന്ധിച്ച് സംസാരിക്കാവോ? വല്ലവരൊക്കെ വല്ലതും പറയും. ഇത് നിൻ്റെ മരണത്തിനെ അറിയിക്കാൻ വരുന്ന ശബ്ദമല്ല നീ കേൾക്കുന്നത്. നീ മരണമില്ലാത്ത ജീവിതത്തിലോട്ട് പോകുന്നു എന്ന് അറിയിക്കുന്നതാണ് നാദം കേൾക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഇത്രയും അടിച്ചുറച്ച് പറയാൻ ആർക്ക് ക്വാളിഫിക്കേഷനുണ്ട്? ഗുരുവിന് തന്നെയാണ്. ഗുരു കേട്ടിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഗുരുവിന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അങ്ങനത്തെ ഒരു ഗുരു നമുക്ക് വേണം. അപ്പോൾ ഇതാ പോയി ഇങ്ങനെ പറയുന്നല്ലോ ഗുരുവേ, ഇടത് കാതി കേട്ടാൽ മരണമെന്ന്. നിർത്താം അവിടെ, ഇടത് കാതാവും അല്ല വലത് കാതാവും അവിടെ എന്ന് അടിച്ചുറച്ച് പറയാൻ അതിനെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഗുരുവിന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ ഭഗവാൻ നിത്യാനന്ദ മുക്താനന്ദയ്ക്ക് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞായിരുന്നു, നീ ചുമ്മാതിരി, നിനക്കിനി മരണമില്ല, അത് കാണിക്കുന്നതാണ് ആ ശബ്ദം എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് 100% ബോധ്യമായി. ഓക്കെ, ശരി എന്ന് പറഞ്ഞു. പിന്നെ മുക്താനന്ദ അതിന് പിന്നെ അവിടെ പോയി മെഡിറ്റേഷൻ തുടരുന്നു. അദ്ദേഹം ഒരു ഫേർമമെൻറ്റ് കാണുന്നു. ഫേർമമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആകാശം ഫിൽഡ് വിത്ത് വൈറ്റ് ലൈറ്റ്സ് ആൻഡ് ഡിവൈൻ സൗണ്ട്സ്. ആകാശത്ത് നോക്കും, അതായത് മെഡിറ്റേഷനിൽ ആകാശം കാണുന്നു. ആകാശത്തിൽ ഒരുപാട് ഡിവൈൻ ലൈറ്റ്സ്, വൈറ്റ് ലൈറ്റ്സ് എന്ന് വെച്ചാൽ വെള്ളയായിട്ട് ലൈറ്റുകൾ, പ്രകാശം. ലൈറ്റ് എന്ന് വെച്ചാൽ എന്തുവാ, നമ്മുടെ ബൾബ് പോലെ അല്ല, പ്രകാശം, വെള്ളപ്രകാശം അവിടെ. അതുമാത്രമല്ല ഡിവൈൻ സൗണ്ട് എന്ന് വെച്ചാൽ അത്രയും ദൈവീകമായിട്ടുള്ള ശബ്ദം. അത് സാധാരണ എൻ്റെ സംസാരത്തിൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ ടി വിയുടെ ശബ്ദമോ ഒരു കഴുത കരയുന്ന ശബ്ദമോ അതൊന്നുമല്ല. ഇത് ദൈവീക ശബ്ദമാണ് അദ്ദേഹത്തിന് കേൾക്കുന്നത്. പിന്നെ അതിൽ ഈ ആകാശം കണ്ടില്ലയോ, അതിൽ വേറൊരു ശ്രദ്ധിക്കണം, ഇത് ആകാശം കാണുന്നു, ആകാശത്തിൽ വെള്ള പ്രകാശം കാണുന്നു, ദൈവീകമായിട്ടുള്ള സൗണ്ട്സുകൾ കേൾക്കുന്നു. പിന്നെ ഒരു അതിസുന്ദരമായ ഒരു നീല സ്റ്റാർ കാണുന്നു. ഈ നീല സ്റ്റാർ ആകാശത്ത് കാണുന്നത് ബ്ലൂ പേൾ അല്ല, ബ്ലൂ പേൾ വേറെ, ഇപ്പം കാണുന്ന നീല നക്ഷത്രം വേറെ. ഓക്കെ. അപ്പം ഇദ്ദേഹം മെഡിറ്റേഷനിൽ ഇരിക്കുമ്പം ആകാശം കാണുന്നു, ആകാശത്തിൽ ഒരുപാട് വെള്ള ലൈറ്റുകൾ കാണുന്നു, അല്ലാതെ ദൈവീകമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. അതിനു പുറമേ അതിസുന്ദരമായ, എക്സ്ട്രീംലി ഷൈനിങ് എന്നാണ് പറയുന്നത്, അതിസുന്ദരമായിട്ട് പ്രകാശിക്കുന്ന ഒരു നീല നക്ഷത്രത്തിനെ കാണുന്നു. അത് ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ശുക്രൻ്റെ കൂട്ടുണ്ട്. ശുക്രൻ എന്ന് പറയുന്നത് വെള്ളി നക്ഷത്രം എന്ന് നമ്മൾ പറയത്തില്ലേ, ശുക്രൻ അതാണ് വെള്ളിയാഴ്ച. വെള്ളി നക്ഷത്രം എന്നുള്ളതുകൊണ്ടാണ് ശുക്രവാർ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച. അപ്പം ഈ വീനസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അതിന് പേരാണ്, ശുക്രൻ്റെ ഇംഗ്ലീഷ് പേരാണ് വീനസ്. അപ്പം വീനസ് എന്ന് പറയുന്നത് വൈകുന്നേരം പടിഞ്ഞാറേ സ്ഥലത്തും രാവിലെ എന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് അതിന് കിഴക്ക് ഭാഗത്തും കാണാം. അപ്പം ഏകദേശം അത്രയും ആ ശുക്രൻ്റെ പവറിലുള്ള ഒരു നക്ഷത്രത്തിനെ ഇദ്ദേഹം കാണുന്നു. അപ്പം ഇദ്ദേഹം പറയുന്നത് ആ നക്ഷത്രത്തിൻ്റെ ലൊക്കേഷൻ എവിടാണോ നമ്മുടെ സഹസ്രാരത്തിലാണ് എന്ന് പറയുന്നു. സഹസ്രാരം എന്ന് പറയുന്നത് തല ഉച്ചിയിലുള്ള 1000 ഇതളുള്ള താമര അല്ലെങ്കിൽ ചക്രം. ഓക്കെ, ആ ചക്രത്തിൽ ആണ് ഈ ബ്ലൂ സ്റ്റാർ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം നമുക്കെന്തോ മനസ്സിലാക്കണം, ആജ്ഞ കഴിഞ്ഞ് വേറെയും പല പല ചക്രങ്ങൾ കഴിഞ്ഞ് സഹസ്രാരത്തിൽ എത്തി. അപ്പം ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ തന്നെ കുണ്ടലിനി മൂലാധാരത്തിൽ നിന്ന് എണീറ്റ് എല്ലാ ചക്രങ്ങളിലെയും തുളച്ച് കയറി ഓപ്റ്റിക്കൽ ചക്ര വരെ തുളച്ച് കയറി ഓപ്റ്റിക്കൽ ചക്രയിനെ മൂന്നാം കണ്ണിനെയും ആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന എല്ലാ ചക്രത്തിനെയും ശുദ്ധീകരിച്ച് പോയി ചേരേണ്ടിയ സ്ഥലത്ത് കുണ്ടലിനി ചേർന്നു. ചിത് ശക്തി
ചേരേണ്ടിയ സ്ഥലമായ സഹസ്രാരത്തിൽ ചേർന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ദൃശ്യം കിട്ടുന്നത്. ആകാശം, അതിൽ നീലാകാശമല്ല, ആകാശം എന്നാണ് പറയുന്നത്. ആകാശം, അതിൽ വെള്ള കളറുകളും സൗണ്ട്സും ഒരു ബ്ലൂ സ്റ്റാറും. അപ്പം ഈ ബ്ലൂ സ്റ്റാർ കാണുന്നത്, അതും ഇനിയൊന്ന് ഇറ്റ് നെവർ മൂവ്സ്. ആ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് അനങ്ങുന്നില്ല. ഈ ബ്ലൂ പേൾ ഉണ്ടല്ലോ, അത് അനങ്ങും, പക്ഷേ ഈ ബ്ലൂ സ്റ്റാർ അനങ്ങുന്നില്ല. അപ്പോൾ അത് ഇങ്ങനെ തല ഉച്ചിയിൽ സഹസ്രാര ചക്രത്തിൽ ഇങ്ങനെ നിലച്ച് പെർമനൻ്റായിട്ട് ഇരിക്കുക. അപ്പം ഒരു ദിവസം ഇദ്ദേഹം ഒരു അദ്ദേഹം താമസിക്കുന്നത് ഒരു കുടിലാണെങ്കിലും കുടിലിനെ ചുറ്റിയൊക്കെ മലകളുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം ഹിൽ ടോപ്പിൽ കയറി, മലയുടെ മുകളിൽ കയറി. അപ്പോൾ അവിടെയൊക്കെ കാട്ടുപ്രദേശമാണ്, കാടുകളാണ് കൂടുതൽ. അപ്പോൾ ആ കാട്ടിൻ്റെ ഇടയിൽ കുറേ ഈ കുന്നുകളും മലകളും ഒക്കെ ഉണ്ട്. അപ്പം ഇദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ മലയിൽ കയറി അവിടുന്ന് കണ്ടപ്പം ഇദ്ദേഹത്തിൻ്റെ ഗുരുവായ നിത്യാനന്ദ സ്വാമികളുടെ ആശ്രമം കണ്ടു. ഓക്കെ. അപ്പം രാത്രി 8, 9, 10 മണിവരെയൊക്കെ ഇദ്ദേഹം ഒറ്റയ്ക്ക് പോയി ആ കുന്നിൻ്റെ മുകളിൽ പോയി ഇരിക്കും. കുന്നിൻ്റെ മുകളിൽ പോയി ഇരുന്ന് നോക്കും. ഇവിടെ ഞാൻ വേറൊരു ചെറിയ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ എപ്പോഴും അതായത് മിഡ് നൈറ്റ് പോകണ്ട, ഒരു 8 മണി 9 മണി വരെയൊക്കെ നമുക്ക് ടെറസ് ഉണ്ടെങ്കിൽ നമ്മുടെ ടെറസിൽ പോയി ഇരിക്കാം. അല്ലെങ്കിൽ ഒരു പായിട്ട് കിടന്നുകൊണ്ട് സ്കൈ ഗേസിംഗ് എന്ന് പറയും. ഗേസിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്കൈ ഗേസിംഗ് ചെയ്താലേ മതി. ഇത് ഞങ്ങളൊക്കെ കൊച്ചിലെ ചെയ്തിട്ടുണ്ട്. കൊച്ചിലെ എന്ന് വെച്ചാൽ ഇതൊരു സാധനയാണെന്നൊന്നും അറിയാൻ വയ്യ. കൊച്ചിലെ നമുക്ക് വീട്ടിനകത്ത് ഭയങ്കര ചൂടാണ്. അപ്പം തൃച്ചിയിലൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പം ഞങ്ങളൊക്കെ എല്ലാവർക്കും ഈ ടെറസിൽ ഒരു പായ എടുത്തുകൊണ്ട് ഞങ്ങൾ പോകും. വെറും പായ വിരിച്ച് അല്ലെങ്കിൽ ഒരു തലേണയും കൊണ്ടിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കിടക്കും. അങ്ങനെ ഞാനും കിടന്ന് ഈ ആകാശത്തിനെ നോക്കും. എന്താ വെച്ചാലേ അത് നമ്മൾ അടിക്കടി ചെയ്യണം. അപ്പം എപ്പോഴെങ്കിലും നമുക്ക് മനപ്രയാസം ഉള്ളപ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സമയം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചേഞ്ച് വേണം എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ അടുത്ത ദിവസം ലീവാണെന്നുണ്ടെങ്കിൽ പായ് തലേണയെ എടുത്തുകൊണ്ട് ടെറസിൽ പോവുക, ടെറസിൽ വിരിച്ച് കിടക്കുക, മലന്ന് കിടന്നുകൊണ്ട് ഈ ആകാശത്തിനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ആകാശത്തിന്, ഞാൻ കൊച്ചിലെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം നോക്കുമ്പം ടക്കുന്ന് ഒരുപാട് സ്റ്റാർസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്നത് കാണാം. അപ്പോൾ 1-2 ദൃശ്യങ്ങൾ ഇങ്ങനെ കിട്ടിയപ്പം എനിക്ക് എൻ്റെ അനിയത്തിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ദിവസവും പോകും, പോയി അങ്ങനെ കിടന്ന് നോക്കും. അതുമാത്രമല്ല, ഈ മീറ്റിയോറൈറ്റ്സ് എന്ന് പറയും, ഈ കല്ലുകൾ മേളിൽ നിന്ന് താഴെ വീഴും. പക്ഷേ അത് നമ്മുടെ തലയിലൊന്നും വന്ന് വീഴത്തില്ല, എർത്തിലൊന്നും വീഴത്തില്ല. അതിനിടയ്ക്ക് അത് ചാമ്പലായിപ്പോവും. ഇപ്പോൾ സ്റ്റാർ അവിടുന്ന് താഴെ വീണാൽ പോലും അത് എർത്തിലൊന്നും വന്ന് നമ്മുടെ മൊട്ടമാടിയിലും ടെറസിലും ഒന്നും വന്ന് വീഴത്തില്ല. അത് വരുന്ന വേഗത്തിന് വഴിയിലെ അത് ചാമ്പലായി അങ്ങ് ഒന്നുമില്ലാതെ അങ്ങ് പോകും. പക്ഷേ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്കൈ ഗേസിംഗ് എന്ന് പറയുന്നത് നല്ല ഒരു സാധനയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ സ്കൈ ഗേസിങ്ങിന് വേണ്ടി ഈ മലയുടെ മുകളിൽ പോയി ഇരിക്കുക രാത്രി 8, 9, 10 മണി വരെയൊക്കെ ഒറ്റയ്ക്ക്. അങ്ങനെ ഇരുന്നപ്പം ഒരു ദിവസം അദ്ദേഹം അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ എന്തുവാ? വെറുതെ മിണ്ടാതിരിക്കുക. അത് തന്നെയാണ് മെഡിറ്റേഷൻ. അപ്പം ഒരു സ്റ്റാർ ഇറങ്ങി വരുന്നു. എവിടുന്ന്? ആകാശത്തുനിന്ന് ഒരു സ്റ്റാർ ഇറങ്ങി വന്ന് പെട്ടെന്ന് അതങ്ങ് മാഞ്ഞുപോയി. അത് ഇദ്ദേഹം ഈ ആകാശത്തുനിന്ന് ഇറങ്ങി വന്ന ഈ സ്റ്റാറിനെ മെഡിറ്റേഷനിൽ കണ്ടില്ലയോ, അതിന് തുല്യമായിരുന്നു ഈ സ്റ്റാർ. അപ്പം വെറുതെ ഈ കുന്നും പുറത്തിരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ആ സ്റ്റാർ മേളിൽ നിന്ന് താഴെ ഇറങ്ങി വരുന്നത് കണ്ടേ. പിന്നെ അദ്ദേഹം അതേപോലെ ആകാശം കാണുന്നു, നീല നക്ഷത്രവും കാണുന്നു. സോ മുക്താനന്ദ എന്ത് പറയുന്നു വെച്ചാൽ, എല്ലാവരും ഈ ബ്ലൂ പേള് മെഡിറ്റേഷനിൽ കണ്ടിരിക്കണം. ഈ ബ്ലൂ പേള് കാണുമ്പോഴാണ് നമുക്ക് ഏതോ ഒരു 75% നമ്മളുടെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ യാത്ര, ആത്മീയതയിലുള്ള യാത്ര
75% സിദ്ധിച്ചു ഒന്ന് എടുത്തോളാം. ആ ബ്ലൂ പേൾ കാണുന്നവരെ നമ്മൾ സീറോയാണ്. എത്ര വർഷം നമ്മൾ മെഡിറ്റേഷൻ ചെയ്താലും ആ മെഡിറ്റേഷനിൽ എന്ന് നമ്മൾ ബ്ലൂ പേൾ കാണുന്നോ അന്നായിരിക്കണം നമുക്ക് പാസ് മാർക്ക് കിട്ടുന്നത്. അതുവരെ നമ്മളൊന്നുമില്ല. ബ്ലൂ പേൾ കാണാത്തവൻ ഇഗ്നോറൻറ്റ് ഫെലോ എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇഗ്നോറൻറ്റ് ഫെലോ എന്ന് വെച്ചാൽ മണ്ടൻ, ഒന്നും അറിഞ്ഞൂടാ, അതിന് തുല്യമാണ്. അപ്പം അവന് ഈ ബ്ലൂ പേൾ കാണാത്തവരെ അവന് ഈ ദേഹമാണ് എല്ലാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ ദേഹം അല്ലല്ലോ. ഐ എം നോട്ട് ദ ബോഡി എന്നറിയാം. ഐ എം നോട്ട് ഈവൻ ദ മൈൻഡ് എന്ന് നമുക്കറിയാം. അതിനെ കടന്ന് ഉള്ളിലോട്ട് നമ്മൾ വെളിയിലുള്ളതിനെല്ലാം കട്ട് ചെയ്തിട്ട് എന്ന് ഉള്ളിലോട്ട് തിരിഞ്ഞ് ഉള്ളിൽ നോക്കാൻ തുടങ്ങുന്നോ അന്നായിരിക്കും നമുക്ക് മെഡിറ്റേഷൻ സ്ട്രോങ് ആയിക്കൊണ്ട് വരുന്നത്. അപ്പോഴായിരിക്കും നമുക്കും ഈ 4 കളറുകൾ കാണുന്നത്, ഈ ബ്ലൂ പേൾ കാണുന്നത്. ഈ ബ്ലൂ പേൾ വന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ള കോമൺ ദൃശ്യമാണെന്ന് തോന്നുന്നു. അപ്പം ഈ ബ്ലൂ പേളിനെ കുറിച്ച് എല്ലാ മഹാന്കളും പാട്ട് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ വർണ്ണന തന്നിട്ടുണ്ട്. അപ്പം തുക്കാരാം മഹാരാജ് പാട്ടുകളൊക്കെ ഇദ്ദേഹം വായിച്ചിട്ടുണ്ടല്ലോ. തുക്കാരാം മഹാരാജ് പറയുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. അപ്പം നമ്മുടെ ആത്മാ ദ നറിഷിങ് എന്ന് വെച്ചാൽ എന്തുവാ? ഫുഡ് കൊടുക്കുന്നത്, സത്തുള്ള സാധനങ്ങൾ കൊടുക്കുന്നതിനാണ് നറിഷിങ് ദ ബോഡി എന്ന് പറയുന്നത്. അപ്പം ഈ നറിഷർ എന്ന് ഇവിടെ പറയുന്ന ആരാ? ആ ശിവൻ തന്നെയാണ്, ആ പരമശിവൻ, അല്ലെങ്കിൽ ആ സൂപ്പർ നാച്ചുറൽ പവർ, അല്ലെങ്കിൽ ആ കുണ്ടലിനി ശക്തി. ഓക്കെ, എന്ത് വേണമെങ്കിലും നമ്മൾ അതിന് രൂപം കൊടുക്കാം, പേര് കൊടുക്കാം. പക്ഷേ ഒരു ശക്തി ഉണ്ട്. ഓക്കെ, ആ ശക്തി നമ്മുടെ ദേഹത്ത് ഒരു ടൈനി സീഡ് പോലെ, സീഡിനകത്താണ് ഇരിക്കുന്നത്. ടൈനി എന്ന് വെച്ചാൽ കണ്ണിന് കാണാൻ വയ്യാത്ത ചെറിയ സെസൈം സീഡ്. സെസൈം എന്ന് വെച്ചാൽ എള്ള്. ഈ ഒരു എള്ളിൻ്റെ സൈസിലാണ് നമ്മുടെ ജീവാത്മ, എള്ളിൻ്റെ സൈസിലുള്ള ഒരു സാധനത്തിലാണ് നമ്മുടെ ജീവാത്മ ഇരിക്കുന്നത് എന്ന് തുക്കാരാം മഹാരാജ് പോലെ പല യോഗികളും ജ്ഞാനികളും അതിനെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ബ്ലൂ ഉണ്ടല്ലോ, ആ ബ്ലൂ പേളിനെ ഇദ്ദേഹം പറയുന്നത് ഡിവൈൻ സീഡ് എന്നാണ് പറയുന്നത്. ഡിവൈൻ സീഡ്, ദൈവീകമായിട്ടുള്ള ഒരു ബീജമാണത്. സീഡ് എന്ന് വെച്ചാൽ ഇവിടെ കുരു, സാധാരണ രീതിയിൽ പറഞ്ഞാൽ കുരു അല്ലെങ്കിൽ ബീജം. അപ്പം ഈ ബീജത്തിനെയാണ് ബിന്ദു. അപ്പം ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെക്കുറിച്ച് പറയുമ്പം ബിന്ദുമണ്ഡലവാസിനി എന്ന് പറയാറുണ്ട്, ഇല്ലയോ? ആ ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നവളെ ബിന്ദുമണ്ഡലവാസിനി. അപ്പം ഈ ബിന്ദുവിനെ നമ്മൾ കാണണം. അപ്പം ഈ ബ്ലൂ പേള് അല്ലെങ്കിൽ ഈ ബിന്ദു ഡോട്ട് അതിനെ കാണുന്നതാണ് നമുക്ക് മെഡിറ്റേഷനിൽ വലിയ ഒരു മുഖ്യമായിട്ടുള്ള ഒരു ഘട്ടം എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് നമുക്ക് പല 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 കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരും. അതായത് ഈ ചെറിയ ഈ എള്ളിനെക്കുറിച്ച് എന്തിനാണ് ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അതൊരു കോമൺ രീതിയാണെന്ന് തോന്നുന്നു. എന്താണോ, ചിലപ്പം ഞാൻ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എള്ള് 7 കീറിയ സ്നേഹം എന്നോടില്ല എന്ന് ചിലരെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതെന്തുവാ, ഞാൻ ആലോചിക്കും, ഇതെന്തുവാ എള്ള് 7 കീറിയത്? പിന്നാണ് എള്ള് തന്നെ ചെറുതാണ്, അതിനെക്കാട്ടിലും ചെറിയ വിത്തുക്കളുണ്ട്, എള്ളിനെക്കാട്ടിലും ചെറിയ സൈസിലുള്ള വിത്തുക്കളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ കടുകുണ്ട്, ഇല്ല. അപ്പോൾ അതിനേക്കാൾ എത്രയോ വിത്തുക്കളുണ്ട്, കണ്ണി കാണാത്ത സൈസിനുള്ള വിത്തുക്കളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഈ എള്ളിനെ പറയുന്നത്, എള്ളാണ് ഒരു ഏറ്റവും ചെറിയ പക്ഷേ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സംഗതി. അതാണ് എള്ള് 7 കീറിയ ഒരു സ്നേഹമില്ലാത്ത ജന്തു എന്നൊക്കെ പറയും. അതുപോലെ ഇവിടെ തുക്കാരാം മഹാരാജ് പറയുന്നത് ആ എള്ള് സൈസിലുള്ള ആ ചെറിയ ബീജത്തിലിരിക്കുന്നതാണ്
ആ ശക്തി കുണ്ടലിനി ശക്തി എന്ന് പറയുന്നു. അപ്പം എന്ത് ചെയ്യണം? ഈ ബ്ലൂ പേൾ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ലോകത്തിലുള്ള വെളിയിലുള്ള അറ്റാച്ച്മെൻറ്റിനെയെല്ലാം കുറേശ്ശെ കട്ട് ചെയ്ത് ഉള്ളിലോട്ട് നോക്കാൻ തുടങ്ങണം. എപ്പം നിങ്ങൾ ഉള്ളിലോട്ട് നോക്കാൻ തുടങ്ങുന്നോ, എപ്പം നിങ്ങളുടെ മനസ്സ് ആത്മലയത്തിൽ നിൽക്കുന്നോ, അപ്പോഴേ നിങ്ങൾക്ക് വിമോചനം ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഇത് കാണണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെഡ് ഫാസ്റ്റ് മെഡിറ്റേഷൻ. ഈ സ്റ്റെഡ് ഫാസ്റ്റ് മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു ദിവസം ചെയ്യുക, 10 ദിവസം അതിന് എക്സ്ക്യൂസ് കൊടുക്കുക, പിന്നെ 11ാമത്തെ ദിവസം ചെയ്യുക, പിന്നെ വേറെ ആരെങ്കിലും ഒരു ഗുരു പറയുന്നതോ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കേൾക്കും, ഇതൊക്കെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതിനാൽ വരുന്ന നന്മകൾ, ഓക്കെ നാളെ തൊട്ട് ഞാൻ ചെയ്യും, 2 ദിവസം ചെയ്യും. ഈ പ്രസവ വൈരാഗ്യം പോലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് കാര്യമില്ല. എന്നെയും ചേർത്താണ് പറയുന്നത്. അപ്പം നിരന്തരമായിട്ട് ഒരേ സമയത്ത് എണ്ണിച്ച് ഒരേ സമയത്ത് ഒരുപോലെ ഒരേ സ്ഥലത്തിരുന്ന് ധ്യാനം ചെയ്യുമ്പം നമുക്ക് ഈ ബ്ലൂ പേളിനെ കാണാൻ പറ്റും. ഈ ബ്ലൂ പേൾ കാണുന്നതാണ് ഏറ്റവും ഉയർന്ന ഒരു തലത്തിൽ നമ്മൾ എത്തിയെന്ന് പറയാൻ ഒക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്നത് തുടർന്ന് സ്റ്റെഡ് ഫാസ്റ്റ് മെഡിറ്റേഷൻ ചെയ്താൽ മാത്രം പോരാ, പ്യുവറസ്റ്റ് ഫോമിലാവണം നമ്മൾ പ്യുവറസ്റ്റ് അങ്ങേയറ്റം ശുദ്ധമായിട്ടിരിക്കണം. അങ്ങേയറ്റം ശുദ്ധമായിട്ടിരിക്കുന്ന വെച്ചാൽ ഒരു ദിവസം 10 പ്രാവശ്യം കുളിക്കുന്നു എന്നല്ല. നമ്മുടെ മനസ്സ വാച കർമ്മണ ഉള്ള കാര്യങ്ങൾ എല്ലാമേ ശുദ്ധമായിട്ടിരിക്കണം. അതിൽ സെൽഫിഷായിട്ട് സ്വയമായിട്ട് അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉള്ള ചിന്തയെ വിട്ടിട്ട് മറ്റവർക്ക് വേണ്ടിയുള്ള, ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ കൂടെ ഞാൻ നന്നായിരിക്കണം, എൻ്റെ വീട് നന്നായിരിക്കണം, എൻ്റെ മക്കൾ നന്നായിരിക്കണം എന്നുള്ളതിന് പുറമേ ലോകാസ്തമസ്ത സുഖിനോ ഭവന്തു ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം അതിൻ്റെ ഇഫക്റ്റ് വേറെയാണ്. ഓക്കെ. അപ്പം ഇതിനെക്കുറിച്ച് ഈ ജ്ഞാനേശ്വർ മഹാരാജ്, ഈ തുക്കാരാം മഹാരാജ്, അവരൊക്കെ എല്ലാം ഇതിനെക്കുറിച്ച് പാടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവരെല്ലാം മുക്തി തേടിയവരാണ്. അപ്പോൾ അവർക്ക് ബ്ലൂ പേൾ കണ്ടിട്ടുണ്ട്. അതല്ലേ അതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പം ജ്ഞാനേശ്വർ മഹാരാജ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ദ ഐ ഓഫ് ദ ഐ, ഇപ്പോൾ കണ്ണിൻ്റെ അകത്തുള്ള കറുത്ത മിഴിയിലുള്ള കൃഷ്ണമണി എന്ന് പറയുന്ന പോലെ ഐ ഓഫ് ദ ഐ, ഏതാ? ദ നീലബിന്ദു, ഈവൻ ബിയോണ്ട് ദ വോയിഡ് ഈസ് ബ്രില്യൻ്റ് ആൻഡ് സ്പാർക്ലിംഗ്. വോയിഡ് എന്ന് വെച്ചാൽ ഈ പരവെളി. ഈ ആകാശത്തുനിന്ന് മേളി കയറി പോകുമ്പോൾ അവിടെ എന്തോ ഉണ്ട്? ഒന്നുമില്ല, വെട്ടവെളി, വേറും തുറന്ന വെളി. ആ തുറന്ന വെളിയിൽ പോലും ബ്രില്യൻ്റ് ആൻഡ് സ്പാർക്ലിംഗ്, അത്രയ്ക്ക് അതിസുന്ദരമായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ നീലബിന്ദുവിനെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പം ഇദ്ദേഹമെല്ലാം ജ്ഞാനേശ്വർ ഇത്രയും പറയണമെങ്കിൽ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പോൾ മുക്തി കിട്ടുന്നതിന് ഇത് ഒരു വഴി. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻഡിക്കേഷനാണ്. അപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, നമുക്ക് എന്തൊക്കെ കളറുകൾ ഇതുവരെ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ നമ്മൾ എത്ര ശതമാനം മുന്നോട്ട് പോയിട്ടുണ്ട്, എത്ര നമുക്ക് പാസ് മാർക്കാണോ ഫെയിൽ മാർക്കാണോ എന്നുള്ളത് അവനോൻ സ്വയം അസസ് ചെയ്ത് കൊള്ളാനുള്ളതേ ഉള്ളൂ. ഓക്കെ. സോ പരവെളിയിൽ പോയാലും അത്രയും പ്രകാശത്തോടെ അത്രയും നല്ല രീതിയിൽ ജ്വലിക്കുന്നതാണ് ഈ നീലബിന്ദു എന്ന് പറഞ്ഞ് നിർത്തുന്നു. ഓക്കെ. അതായത് ഈ ചാപ്റ്റർ ഭയങ്കര വലുതാണ്, ഒരുപാട് വലിയ ചാപ്റ്ററാണ്. പക്ഷേ അതിനെ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് പറ്റത്തില്ല. ഇപ്പം തന്നെ 1/2 മണിക്കൂറിനായി. അപ്പം ഇത് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് പഴയ പോലെ ഞാൻ നോട്ട്സ് എടുക്കാൻ തുടങ്ങി. അപ്പം ഇത് എൻ്റെ നോട്ട് ബുക്കിൽ നിന്നുള്ള നോട്ട്സുകളാണ്. ഞാൻ 2-3 പ്രാവശ്യം വായിച്ച് അതിനെ ചുരുക്കി അതിൻ്റെ രസത്തിനെ എടുത്ത് അതിൻ്റെ രക്തം ചുരുക്കത്തിൽ ആക്കി ഇങ്ങനെ പോയിൻറ്റ്സായിട്ട് എഴുതി വെച്ച് ഞാൻ പറയുന്നത്. ഇനി മേ ബി ഒരു 2 വീഡിയോയ്ക്കകം നമുക്ക് തീർക്കാൻ പറ്റും. എനിക്ക് ഇത് ധൃതി വെച്ച് തീർക്കാൻ യാതൊരു താല്പര്യമില്ല. എനിക്ക് ഈ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലാണ്. അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോ എടുക്കുന്നവരെല്ലാവരുമേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് മില്യൺ വ്യൂസ് ഉള്ള ഒരു ആളിൻ്റെ ഒരു ഇംഗ്ലീഷ് വീഡിയോ കണ്ടു. അങ്ങേര് പറയുന്നത്, ക്യാൻ യു ഗെസ് നമ്മുടെ വീഡിയോ ആരാ കാണാത്ത എന്ന് നമുക്ക് ഗെസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? നമ്മുടെ വീട്ടുകാരാണ്.
എന്ന് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിയ വീഡിയോസ് എൻ്റെ വീട്ടിലെ ആരും തിരിഞ്ഞു നോക്കത്തില്ല എന്ന് പറയും. അതുപോലെ എൻ്റെ വീട്ടിലെ ആളുകളാണ് എൻ്റെ ക്രിട്ടിക്സ്. അവർ പറയും ഇനിയും ചിക്സത്യവിലാസ് ഇനിയും തീർന്നില്ലയോ, ബുക്ക് റിവ്യൂ ഇനിയും തീർന്നില്ലയോ, ഇതെന്തുവായത് ഇങ്ങനെ കടൽ പോലെ പോകുന്നത്? ഞാൻ പറയുന്നത് പോട്ടെ, ഓരോ വീഡിയോയിലും നമുക്ക് എത്ര അറിവുകളാണ് കിട്ടുന്നത്, എത്ര അറിവുകൾ എനിക്ക് നിങ്ങളുടെ കൂടെ പങ്കിടാൻ പറ്റുന്നു. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. സമയമെടുക്കുന്നു, ഒരുപാട് സമയമെടുക്കുന്നു, ആയിക്കോട്ടെ, ഇതും ഒരു ജീവിതത്തിലൊരു ഭാഗം. ഞാൻ നോട്ട്സ് എഴുതി നിങ്ങൾക്ക് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിയോഗിക്കപ്പെട്ട ഒരു ജോലിയായിട്ടാണ് ഞാൻ എടുത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പരമസന്തോഷമാണ്. അതുപോലെ നിങ്ങളും കേട്ട് നമ്മൾ ഇതെല്ലാം അറിവ് ശേഖരിച്ച് വെക്കണം. എന്താണെന്ന് വെച്ചാൽ നാളെ നമുക്ക് ഇതൊക്കെ നടക്കുമ്പം നെട്ടുവട്ടം കിടന്ന് ഓടരുത്. അപ്പം നെട്ടുവട്ടം കിടന്ന് ഓടിയാലോ അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും ചോദിച്ചാലോ നമുക്ക് പറഞ്ഞു തരാൻ ആരും കാണത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി വെച്ചോളുക. അത്രയും പ്രാധാന്യം ഇതിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് യാതൊരു ധൃതിയും വേണ്ട, കുറേശ്ശെ രസിച്ച് ബുക്ക് റിവ്യൂ ചെയ്യാം. എന്താ? നന്ദി, നമസ്കാരം.